അധിക പേര് ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് വരുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണുകളിലും ഏറ്റവും ബേസിക് ആയുള്ള മൊബൈൽ ഫോണിൽ തന്നെ നല്ല നല്ല ക്യാമറാസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഏകദേശം ഒരു നോർമൽ ഫോണിൽ തന്നെ 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് കളർ ഗ്രേഡും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലുക്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേറൊരു കളർ ടോണിലേക്ക് മാറ്റണമെങ്കിലും അതുപോലെ നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള എടുത്തതും അതുപോലെ നമ്മൾ പറഞ്ഞത് തെറ്റിയതും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഒന്നിപ്പിച്ച് ഒരു ഫൈനൽ ഔട്ട് വരുമ്പോഴാണ് ആ വീഡിയോ മനോഹരമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും പുതുതായിട്ട് എഡിറ്റിംഗ് ചിലപ്പം അറിയണമെന്നുണ്ടാവില്ല. കുറച്ചൊക്കെ എഡിറ്റിംഗ് അവിടെ ഇവിടെയൊക്കെ അറിയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്, എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് FilmoraGo എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന ടൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട് 1 കണ്ടതിന് ശേഷം സെക്കൻഡ് കാണുമായിരിക്കും നന്നായി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് FilmoraGoയിൽ കളർ ഗ്രേഡിങ്ങും അതുപോലെ ടെക്സ്റ്റുകളും ആഡ് ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹലോ ദിസ് ഇസ് ഫവാസ്, യു വാച്ചിങ് ADOPIX. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണും യൂസ് ചെയ്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുള്ളതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോസോ കാര്യങ്ങളോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ടോണുകളും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോഴാണ് ഒരു സിനിമാറ്റിക് ലുക്കിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ അട്രാക്ഷൻ വരുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് വാട്ടർമാർക്കായിട്ട് ടെക്സ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആനിമേറ്റ് ആയിട്ട് വരുന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് കളർ ഗ്രേഡ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മളൊരു വീഡിയോ സാധാരണഗതിയിൽ തന്നെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടോ DSLR യൂസ് ചെയ്തിട്ടോ ഏതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം, കളർ കൂട്ടാം, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ലുക്കിലേക്ക് അങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ ഒരു കളർ ഗ്രേഡ് കൊണ്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫയൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇമ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും. നോർമൽ ഒരു കളറാണ് നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഒരു കറക്റ്റ് ഒറിജിനൽ കളേഴ്സാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് കളർ ടോൺസും അതുപോലെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്ന് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഒരുപാട് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ടോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രൂപത്തിൽ അവർ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള സെറ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ഇതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ പല രീതിയിലായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു ഫിൽറ്റർ എത്രത്തോളം വേണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് ഇപ്പോൾ ഈ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് എക്സ്പ്ലോഷറൊക്കെ കൂടുതലുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഫയൽസിനും ഇതേ കളർ ടോണാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ടോണിലേക്ക് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ നമുക്കുള്ളത്, ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അടുത്തതായിട്ട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമുക്ക് കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. നമുക്കതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒപ്പാസിറ്റി മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയിട്ട് നമ്മളതായിട്ടുള്ളൊരു ടോണിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ചൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റിന് നമുക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കും. ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. താഴെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കളർ ഗ്രേഡിൽ
എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യാം. നമുക്കിവിടെ ടെമ്പ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലൂയിഷ് ലുക്കിലേക്കും വേണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ നമുക്കൊരു വേണമെങ്കിൽ ആ ഒരു വാം ലുക്കിലേക്കും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ അത് മാറ്റാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സൈഡിലൊരു എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും, ഒരു ബ്ലാക്ക് എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ വൈറ്റും ബ്ലാക്കും ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതിനെ സെൻറ്ററിലുള്ള സംഭവത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റാണ് ഈ ഒരു സംഭവം. സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആ ഒരു കൂട്ടിയും കുറച്ചും വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കസ്റ്റമായിട്ട് നമുക്ക് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് വേറൊരു ലുക്കിലേക്ക് നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നതും ഇപ്പോൾ ഉള്ളതും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് മാറ്റം തോന്നുന്നുണ്ടാവും. അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ടെക്സ്റ്റ് നമുക്ക് പലതരത്തിൽ FilmoraGo'ൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്, ആനിമേഷൻസ് അവൈലബിൾ ആണ്, പൊസിഷൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, നിങ്ങളുടെ ചാനൽ നെയിം ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം, എന്ത് തരത്തിലുള്ള ടെക്സ്റ്റ് ആണ് വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലേബൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്ക്രീനിലായിട്ട് ആ ടെക്സ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ചിലവർക്ക് ചാനൽ നെയിമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടും അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ സൈസ് മാറ്റി ഇവിടെ താഴെയായിട്ട് ടെക്സ്റ്റിൻ്റെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വരെ വീഡിയോയുടെ ഏത് പോർഷൻ വരെ വേണം, ഇപ്പോൾ 6 സെക്കൻഡ് 7 സെക്കൻഡ് അല്ലെങ്കിൽ സെൻറ്ററിലായിട്ട് എവിടെയാണോ വേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതേപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവെക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരുപാട് ആ വീഡിയോ ഫുള്ളായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു 6 സെക്കൻഡ് തൊട്ട് 15 സെക്കൻഡ് വരെ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു റെഡ് കളറുള്ള ഈ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ വരെ വരും. അപ്പോൾ ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എവിടെയാണോ നമ്മൾ എൻഡ് വെച്ചിട്ടുള്ളത് അവിടെ വരെ ഈ ഒരു ടെക്സ്റ്റ് കാണും. ടെക്സ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ടെക്സ്റ്റ് റെഡ് കളറിലാണെങ്കിൽ ഒരു ടെക്സ്റ്റ് വൈറ്റ് കളർ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനും അതുപോലെ എഫക്റ്റുകൾ സെപ്പറേറ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ടെക്സ്റ്റിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ടും 2 ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ്. ഇത് നമുക്കൊന്ന് റെഡ് കളർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കളർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അൺലിമിറ്റഡ് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് ആ ഒരു പോർഷൻ്റെ അവിടെ നിന്നാണ്ട് ആ ഒരു കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ പൊസിഷൻസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് നമുക്ക് കറക്റ്റായിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ അതുപോലെ തന്നെ മിഡിൽ അങ്ങനെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് അപ്പ് ഡൗൺ അങ്ങനെ അവർ തന്നെ ഇവിടെ ഇൻബിൽഡ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കറക്റ്റ് പോർഷനിൽ നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ളത് ഫോൺസ് മാറ്റുക എന്നുള്ളതാണ്. ഫോണ്ട് സ്റ്റൈലുകൾ നമ്മൾ പലതരത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഫോണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല തരത്തിലുള്ള അൺലിമിറ്റഡ് ആയുള്ള ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് തരത്തിലാണോ വേണ്ടത്, സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ, സ്റ്റൈലിഷ്, അങ്ങനെ പല തരത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ ആ ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇതേപോലെ സ്പേസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഷാഡോസ് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും ഷാഡോസ് കൊടുക്കാം. നോർമൽ ഷാഡോ നിങ്ങൾക്ക് അറിയാം ആ ഒരു ഗ്രേ ടച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് ടച്ച് ആണ് വരിക. അതേപോലെ തന്നെ നമുക്ക് വേറെ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഷാഡോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്ലറിങ് ഒക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലും കളേഴ്സ് ഇവിടെ മാറ്റിയിട്ട് നമുക്കൊരു ബാക്ക് സൈഡിലായിട്ട് ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കും. അതിൻ്റെ ബോർഡേഴ്സ് ആണ്, നമുക്ക് പലതരത്തിലുള്ള ബോർഡേഴ്സ് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ബോർഡറിൻ്റെ ആ ഒരു സൈസാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിത് കൂട്ടുന്നതിനനുസരിച്ചും കുറക്കുന്നതിനനുസരിച്ചും ബോർഡർ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് കളേഴ്സിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ഏത് കളറിലും നിങ്ങൾക്ക് ബോർഡറുകൾ കൊടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ടെക്സ്റ്റ് വരുന്നത് നോർമൽ ലുക്കിലാണ്, ജസ്റ്റ് അങ്ങ് വരികയാണ് ചെയ്യുന്നത്.
അപ്പോൾ അത് നമുക്ക് ആനിമേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആനിമേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണിക്കും. ഒരു താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന എഫക്റ്റ്, അതുപോലെ തന്നെ സൈഡിൽ നിന്ന്, അങ്ങനെ പല തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യുക മാത്രമല്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. FilmoraGoയുടെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ട് 2 ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 അങ്ങനെ പല തരത്തിൽ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ ഇതുപോലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണും വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.